ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയോടത്തിലേക്ക് വന്നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും. ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്തായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. കൊടിപറിക്കലും കൊലവിളിക്കുമപ്പുറം കേരളത്തിലെ യുവജന സംഘടനകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒന്നും ചെയ്യാൻ ബാക്കിയില്ലേ എന്ന് തോന്നും. ഈ കൊലവിളിയും മറുപടിയും ഒക്കെ കേട്ടാൽ പലപ്പെട്ടത് തുടങ്ങിയതാണ്. അതിനു മുൻപ് സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ കയറിയതിൽ തുടങ്ങിയതാണ് എന്ന് വരെ പറയാം. പക്ഷെ അത് എത്തി നിൽക്കുന്നത് കലാപാഹ്വാനത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിക്കുക എന്ന് പറയുന്നത് സാംസ്കാരിക കേരളത്തിന്, രാഷ്ട്രീയ കേരളത്തിന് എത്രത്തോളം ആശാസ്യമായ പ്രവണതയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരല്ല ഇവരാരും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്. പക്ഷേ ഇതാണ് ഭാഷയും, ഇതാണ് നയവും രീതിയും. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ പി എസ് സഞ്ജീവ് CPM-ൽ നിന്ന്, ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ BJP-യിൽ നിന്ന്. ഡോക്ടർ ജിൻഡോ ജോൺ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, ധീരജനെ കുത്തിയ കത്തി നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. മാധവ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനത്തിൻ്റെ ഇടയ്ക്ക് വിളിച്ച ആ മുദ്രാവാക്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ശരിയായൊരു മുദ്രാവാക്യമല്ല, അത് തികച്ചും തെറ്റാണ് എന്ന് പാർട്ടി നേതൃത്വം, യൂത്ത് കോൺഗ്രസും കണ്ണൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ധീരജനെ കുത്തിയ കത്തി എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് കേരള പോലീസാണ്. അത് കണ്ടെത്തണമെന്നാണ് എൻ്റെയും അഭ്യർത്ഥന. കാരണം 2022 ജനുവരി 10-ാം തീയതി ധീരജ് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് സത്യം. ധീരജ് കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ആ കുത്താൻ ഉപയോഗിച്ച കത്തി ആര് കൊണ്ടുവന്നതാണ്, ആ കത്തി എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടത് കേരള പോലീസാണ്. കണ്ടെത്തണമെന്നാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട വക്താവ് എന്നുള്ള നിലയ്ക്ക് എന്റെയും അഭ്യർത്ഥന. ഡോക്ടർ ജിൻഡോ ജോൺ, അതായത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്. ഇത് രാഷ്ട്രീയമായി ഫ്രെയിം ചെയ്തൊരു കേസാണ്. ആ കേസിലെ പ്രതികൾക്ക് നിങ്ങൾ രാഷ്ട്രീയമായി പിന്തുണ നൽകും, അതുകൊണ്ട് തന്നെ എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങളായിരുന്നു. നിങ്ങളത് പല ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ നയം, നിങ്ങളുടെ രീതി, നിങ്ങളുടെ സമീപനം. പക്ഷെ നിങ്ങളുടെ ഒരു ജാഥയിൽ വിളിച്ചു പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മറ്റാരേറ്റെടുക്കും എന്നതൊരു ചോദ്യമാണ്. രണ്ടാമത്തേത്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പോയാൽ, അങ്ങനെ പുഷ്പചക്രം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത് എന്നുള്ളതാണ്. ഈ കത്തിയുമായി പോയാൽ പുഷ്പചക്രം കിട്ടും എന്നുള്ളതാണ് KK രാഗേഷ് പറഞ്ഞതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വമല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഈ പുഷ്പചക്രം എൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കത്തിയുമായി ഞങ്ങൾ പോകും എന്ന് തന്നെയല്ലേ? മാധവ്, ഇതിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ധീരജിനെ കൊന്ന കത്തി എന്നുള്ള ആ മുദ്രാവാക്യം വിളിച്ചത് അത് തികച്ചും ഔചിത്യമില്ലാത്തൊരു മുദ്രാവാക്യമാണ്. അത് ശരിയായ മുദ്രാവാക്യമല്ല. ആ മുദ്രാവാക്യം വിളിച്ചതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. അങ്ങനെ വിളിച്ച പ്രവർത്തകർ ചെയ്തത് തെറ്റായ നടപടിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ധീരജനെ കുത്തിയ കത്തി എവിടെയാണെന്ന് കണ്ടെത്തണം. ആ കത്തി കൊണ്ടുവന്നത് ആരാണെന്ന് കണ്ടെത്തണം. ആ കത്തി കണ്ടെത്തേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് 3.5 വർഷമായിട്ട് അത് നടക്കുന്നില്ല എന്നാണ് എന്റെ രാഷ്ട്രീയ ചോദ്യം. മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ കത്തി നിങ്ങളുടെ കയ്യിലുണ്ട്, അത് അറബിക്കടലിൽ കൊണ്ടുപോയി താത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്ന കത്തി പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വെല്ലുവിളിക്കുകയാണോ ഒരു മറുപടി? അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാധവന് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. വീണ്ടും എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇത് തന്നെയായിരിക്കും. അല്ലാതെ ഈ കത്തി എവിടെ ഉണ്ടെന്ന് എനിക്കോ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കണ്ടുപിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരോട് പ്രത്യേക ഒരു പരിഗണന ഉണ്ടായിട്ടാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആ കത്തി കണ്ടുപിടിക്കാതിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ആ കത്തി എവിടെയാണെന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുന്ന ആളുകളാണ് ആ കത്തി താഴ്ത്തി വെച്ചിരിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിന് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കൃത്യമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ഉത്തരം. ഇനി അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കണ്ണൂർ ജില്ലയിൽ സമര പരിപാടികളുമായിട്ട് ചെന്നാൽ, രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ചെന്നാൽ അവർക്ക് പുഷ്പചക്രം അർപ്പിക്കും എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രസ്താവന രാഷ്ട്രീയ പരിപാടിയുമായി ചെന്നാൽ പുഷ്പചക്രം അർപ്പിക്കും എന്ന് KK രാഗേഷ് പറഞ്ഞിട്ടില്ല. ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ ആ വാക്കു പറഞ്ഞതാണ്. ധീരജനെ കുത്തിയ കത്തിയുമായി വന്നാൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പോലും KK രാഗേഷിന് അവകാശമില്ല. നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്ക് സഞ്ജീവിനോട് ചോദിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തത് പറയാൻ പാടുണ്ടോ?
ഔദ്യോഗികമായി ഉത്തരവാദിത്തപൂർവ്വം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ? അല്ല, ധീരജിനെ കുത്തിയ കത്തിയുമായിട്ട് വന്നാൽ ധീരജിനെ കുത്തിയ കത്തുമായിട്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വരാൻ പറ്റില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ ആ കത്തിയില്ല. ആ കത്തി എന്തായാലും കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് പോലീസ് അത് കണ്ടുപിടിക്കുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിനോടല്ല ചോദിക്കേണ്ടത്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനോടാണ് CPM ഉൾപ്പെടെ ചോദിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ആരെങ്കിലും അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ചെന്നാൽ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള CPM-കാരാണോ അവിടെ CPM-നെ നയിക്കുന്നത്, പാർട്ടി നേതാക്കന്മാരായിട്ടിരിക്കുന്നത്, പാർട്ടിയെ നയിക്കുന്നത്? എം സ്വരാജ് പറഞ്ഞത് അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പോലും യുദ്ധക്കൊതി പാടില്ല, അവരെ ആക്രമിക്കരുത്, അവരെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കണം, ഉന്നതമായ മാനവികതയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ പ്രകോപനമായിട്ട് ചെന്നാൽ അപ്പോൾ അവർ റീത്ത് വയ്ക്കുമോ? അപ്പോൾ അവർ പുഷ്പചക്രം അർപ്പിക്കുമോ? അതാണ് ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി. നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുചോദ്യമല്ലല്ലോ. ഇത്രയും പ്രകോപനപരമായ കേരള മനസാക്ഷിയെ നടുക്കിയ ഒന്നാണ് 10-20 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി നെഞ്ചത്ത് കുത്തേറ്റ് മരിച്ചു പോകുന്ന ദിവസം എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ രാഷ്ട്രീയം എന്ന് ചോദിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ മനുഷ്യന് എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയ ഒരാളാണ് ഞാൻ. എന്തിന് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടിയും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്ന് ഉയർന്നു കേട്ട മറ്റു ചില മറുപടികൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു. അത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്നൊക്കെയായിരുന്നു, എൻ്റെ കുട്ടികൾ എന്നൊക്കെയായിരുന്നു. അപ്പൊ ആ കുട്ടികൾ ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണെന്ന് മനസ്സിൽ ഉറപ്പുള്ളത് കൊണ്ടാണോ ഇമാതിരി മുദ്രാവാക്യം തെരുവിൽ കിടന്ന് വിളിക്കുന്നത് എന്നതൊക്കെ ചോദ്യങ്ങളാണ് ഡോക്ടർ ജിൻഡോ ജോൺ. അത് ചോദിച്ച ചോദ്യത്തിൻ്റെ അത്രയും സമയം എനിക്ക് ഉത്തരം പറയാൻ തരുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഇന്നത്തെ വിഷയം ധീരജിൻ്റെ മരണം മാത്രമല്ല, ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറുപടി പറയും. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിനോട് ഡയറക്റ്റ് ഉത്തരം പറയേണ്ടതുകൊണ്ട്, ധീരജ് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരണപ്പെട്ടതിൽ മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സങ്കടവും ദുഃഖമുള്ള ആളുകളെ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനും ഒരു വ്യക്തി പോലും ഇത്തരത്തിൽ പെടുമരണങ്ങളിൽ പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ധീരജ് എവിടെയാണ് മരണപ്പെട്ടത്, എങ്ങനെയാണ് മരണപ്പെട്ടത്, അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കത്തിയുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ ഓടിക്കുമ്പോൾ അവിടെ നടന്ന കൂട്ടക്കുത്തിൽ സംഘർഷത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചത് SFI-കാരനായതുകൊണ്ട് SFI-കാരനെ കൊല്ലാൻ വേണ്ടി നിഖിൽ പൈലി കൊണ്ടുവന്ന കത്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് അന്വേഷിച്ചിട്ട് ആ കത്തി കണ്ടുപിടിക്കാൻ പറ്റാത്തത്? നിഖിൽ പൈലിയോട് പിണറായി വിജയൻ എന്തെങ്കിലും പ്രത്യേക മമതയുണ്ടോ, അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടാണ് ആ കത്തി കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ആ കത്തി കൊണ്ടുവന്നത് SFI-കാർ തന്നെയാണെന്ന് അന്ന് അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള SFI പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിലുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി തടഞ്ഞുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾ മറുപടി പറയണ്ട, ഞങ്ങൾ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞുകൊള്ളാം എന്ന് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് ഇടുക്കിയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മറുപടിയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എല്ലാത്തിനെയും സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിനപ്പുറത്ത് നിഖിൽ പൈലിയാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹാജരാക്കണം. ആ കത്തി എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. ഇനി നിഖിൽ പൈലി അന്ന് അവിടെ ഉപയോഗിച്ച കത്തി എന്ന് നിങ്ങൾ പറയുന്ന കത്തി കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞ സജീഷിന്റെ വീട്ടിൽ പാതിരാത്രിക്ക് അക്രമം നടത്തിയത്, ഗാന്ധിജിയുടെ സ്തൂപം തകർത്തത്? ഗാന്ധിജിയുടെ സ്തൂപത്തിന്റെ അടിയിലായിരുന്നോ ധീരജിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സൂക്ഷിച്ചിരുന്നത്? അതുകൊണ്ടാണ് ഗാന്ധി സ്തൂപം സനീഷിന്റെ കുടുംബത്തിന്റെ അടുക്കളയിൽ നിർമ്മിച്ചാൽ പോലും തല്ലി തകർക്കുമെന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനോടുള്ള വിരോധം മാത്രമല്ല, ഈ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രപിതാവിനോടുള്ള വിരോധം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിലെമ്പാടും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. CPM-ന്റെ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ അവരെ തലയടിച്ച് പൊട്ടിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാപരമായ പ്രവർത്തനമാണ്, തുടരണമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു അംശത്തിൽ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരോടോ KSUക്കാരോടോ മമതയോ സ്നേഹമോ ഇല്ലാത്ത, സഹാനുഭൂതിയോ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഞങ്ങളാണ് ധീരജിനെ കൊന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ആ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാതെ പോകുന്നത്? മറുപടി പറയണ്ടേ? ഒരു ചോദ്യമാണ്. 81ാമത്തെ ദിവസമാണ് ധീരജിന്റെ മരണത്തിന് ശേഷം 81ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. നേരിട്ട് അതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന 6 പ്രതികൾ ഉൾപ്പെടെ 9 പ്രതികൾക്കും ജാമ്യം കിട്ടിയതാണ്. നിഖിൽ പൈലിക്കാണ് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ജാമ്യത്തിൽ കഴിയാൻ പ്രതികൾക്ക് കഴിയുന്നത് എന്ന ചോദ്യം കുറെ കാലമായി കോൺഗ്രസ് ചോദിക്കുന്നതാണ്. ഈ ഗോപിനാഥന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട പരാമർശം. സനീഷ് എന്തോ എക്സ് മിലിറ്ററിക്കാരൻ, മിലിറ്ററിയിൽ നിന്നൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം, ഈ നാടിനെ അങ്ങ് പറപ്പിച്ച് കളിയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് കടന്നിട്ടില്ല. നിന്റെ അച്ഛന്റെ പണി ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെ തന്നെ ഞങ്ങള്. എന്താ സദാനന്ദന്റെ പണി? അന്ന് ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പണിയെല്ലാം എടുത്തുള്ള സദാനന്ദൻ. ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷ് നിന്നെ എല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി
സനീഷിനോട് സ്നേഹത്തോടെ പറയാനുള്ളത് ഗാന്ധി സ്തൂപ് ഉണ്ടാക്കാൻ ഇനി മെനക്കെടണ്ടെന്നുള്ളതാണ്. ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ, നിന്റെ അടുക്കളയിലായിക്കോട്ടെ, ഗാന്ധി സ്തൂപ് ഉണ്ടാക്കാൻ നീ മെനക്കെടണ്ട. അങ്ങതുപോലെ ആലോചിച്ചോ നീ. ശ്രീ പി എസ് സഞ്ജീവ്, ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്, അതിനുശേഷവുമൊക്കെ പൊതിച്ചോറ് ആക്രിപെറുക്കി വിറ്റ് ഒക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു എന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞത് കേൾക്കാം. അതിനുശേഷം പുഷ്പചക്രം വിൽപ്പന കൂടി തുടങ്ങിയിട്ടുണ്ടോ സംഘടനാ തലത്തിൽ എന്നുള്ളതൊരു ചോദ്യമാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ 2ാം ഘട്ടമാണോ? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി കുറേയേറെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ആദ്യ മിനിറ്റുകളിൽ കണ്ടത്. താങ്കൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ ആദ്യം തന്നെ തള്ളിക്കളയുകയാണ്. ഒന്ന്, ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങേയറ്റം വസ്തുതാവിരുദ്ധവും പച്ചക്കള്ളവും എല്ലാം തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന നിലയാണ് ഇവിടെ കണ്ടത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ച മറ്റൊരു ഉദാഹരണം കൂടിയായി മാറി കണ്ണൂരിലെ ഈ പ്രകടനം. അങ്ങനെയായി മാറിയെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കാൻ ഇന്നിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നടത്തിയിട്ടുള്ള ഓരോ ഉദാഹരണങ്ങളും അതെല്ലാം പച്ചക്കള്ളായിരുന്നു. CPMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി നമ്മുടെ കുട്ടികൾ, SFIയുടെ കുട്ടികൾ തന്നെ പോയി കത്തിയെടുത്ത് കുത്തി എന്നുള്ള വർത്തമാനം പറഞ്ഞ് അത് തടഞ്ഞു വെച്ചു എന്നൊക്കെ ഇവിടെ പറഞ്ഞത്. ഇടുക്കി ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് വിളിക്കണം, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ വിളിക്കണം, വിളിച്ചിട്ട് ഈ കാര്യം എന്താണെന്ന് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെ ആർക്കൈവിൽ ഉണ്ടാവുമല്ലോ, പറ്റുമെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യണം. എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് ഇവരിവിടെ വന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ പോയി, അദ്ദേഹം മരിച്ചതല്ല, അതുകൂടി തിരുത്തുകയാണ്, മരിച്ചതല്ല കൊന്നതാണ്, കൊന്നത് KSUവും യൂത്ത് കോൺഗ്രസുമാണ്. നിഖിൽ പൈലി, ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അവരുൾപ്പെടെ ഒറ്റ കുത്തിനാണ് നിരപരാധിയായ ഒരു വിദ്യാർത്ഥിയെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ ചെന്ന് ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല, രാഗി മിനുക്കി ഞങ്ങൾ നിങ്ങൾക്കെതിരെ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ വാ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, പറ്റുമെങ്കിൽ വരട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ബാക്കിയോടെയുണ്ട്, വരട്ടെ, അത് തന്നെയാണ് പറഞ്ഞത്. ബാക്കിയൂടെ പറഞ്ഞ കാര്യം പൊതുമധ്യത്തിൽ നിൽക്കുകയാണല്ലോ. ഒന്നും കൂടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, പൊതുമധ്യത്തിൽ നിൽക്കുകയാണല്ലോ. എന്നിട്ടിപ്പോ അതിനെയും എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? അതിനെയൊന്നും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു MLA നടത്തിയുള്ള പ്രതികരണം. എന്താ കേരളത്തിൽ ഈ പറഞ്ഞ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം എന്താ? എന്തെങ്കിലും വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടോ? കണ്ണൂർ ജില്ലയിലുണ്ടോ? കണ്ണൂരിൽ ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ എന്താ ഇന്നത്തെ സ്ഥിതി? യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത അടുവാപ്പുറത്തും ഈ പറഞ്ഞ നമ്മുടെ പ്രദേശത്തുമെല്ലാം, ഈ കണ്ണൂർ ജില്ലയുടെ മലപ്പട്ടം സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെല്ലാം അക്രമം ഉണ്ടാക്കി കേരളത്തിലൊരു അക്രമത്തെ എഴുവാഴ്ചയാണെന്ന് ഒരു സ്ഥിതി വരുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ പുതിയ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടാക്കിയ പടലപ്പിണക്കങ്ങൾ, അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ, അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൂടി അവർ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നമ്മുടെ സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള പ്രചരണ സാമഗ്രി വസ്തുക്കളെ മുഴുവൻ KSUവിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും ഈ പറഞ്ഞ വ്യക്തിയും സനീഷ് ഉൾപ്പെടെയുള്ളവർ അടിച്ചു തകർക്കുകയാണ്. ആ അടിച്ചു തകർത്ത് പ്രകോപനം സൃഷ്ടിച്ച് അതിൻ്റെ തുടർച്ചയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെയും. എന്നിട്ട് അതിൻ്റെ ഭാഗമായി എന്താ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ആക്രമിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആക്രമിക്കും, കൊലപ്പെടുത്തും, ഇനിയും കൊലപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഞ്ജീവിലേക്ക് അടുത്തൊരു മിസ്റ്റർ ഗോപിനാഥിന്റെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അല്ല, അത് ഞാൻ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും CPMനില്ല എന്നൊക്കെ ആവർത്തിച്ചു പറയുന്ന നിങ്ങൾ സംഘപരിവാറിനെതിരെ പ്രതീകാത്മക പ്രതികരണം നടത്തുമ്പോൾ പോലും ആഞ്ഞടിക്കുന്നത് അതൊക്കെ ചെയ്യണം കേട്ടോ, ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? PV ഗോപിനാഥ് പ്രസംഗിച്ചത് അവിടെയാണ് പ്രശ്നം. പ്രസംഗിച്ചത് ഗാന്ധി സ്തൂപത്തിനെതിരെയാണെന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത്. സ്തൂപത്തിനെതിരെയല്ല, കോൺഗ്രസിന്റെ ഈ തെറ്റായ അക്രമവാസനക്കെതിരെയാണ് PV ഗോപിനാഥിന്റെ പ്രസംഗം. ആ ക്രക്സ് നിൽക്കുന്നത് അവിടെയാണ്. 2 തവണ ആ സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെയുണ്ട് എന്നിരിക്കെ അല്ല, ഇത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരാണോ? ആ കോൺക്രീറ്റും ഈ ഗാന്ധിജിയുടെ ബോധ്യത്തിനും എതിരല്ല. അത് വെറും കോൺക്രീറ്റ് ഒന്നുമല്ല. അങ്ങനെ ഒരു ഗാന്ധി സ്തൂപം വെറും കോൺക്രീറ്റ് ആണെന്ന് കാണുന്നിടത്താണ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ പറഞ്ഞ ഗാന്ധിക്കെതിരല്ല, അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ പ്രതിമയെ തച്ചു തകർക്കണമെന്ന നിലപാടല്ല PV ഗോപിനാഥ് ഉയർത്തിപ്പിടിച്ചത്. മറിച്ച്
കോൺഗ്രസ് ആ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പട്ടം ഈ അടുവാപ്പുറത്ത് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടത്തുന്ന അക്രമ തേർവാഴ്ചക്കെതിരെയാണ് ഇതിനി ആവർത്തിച്ചുകൊണ്ട് ഈ അക്രമം നടത്തി ഗാന്ധിയുടെ സ്തൂപം വെക്കുന്നതിൽ എന്താ കാര്യം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഹിംസാവാദിയല്ലേ ഗാന്ധി? ആ ഹിംസാവാദിയായ മനുഷ്യനെ അക്രമം നടത്തിയിട്ടാണോ അത് വെച്ചിട്ടാണോ ന്യായീകരിക്കുന്നത്? സഞ്ജീവേ, 2 തവണ ആ സ്തൂപം അവിടെ തകർക്കപ്പെട്ടു. അല്ലല്ലോ, ഒരു മിനിറ്റ്. അതിന്റെ പേരിൽ സനീഷിനെ വെല്ലുവിളിക്കുന്ന സമയത്ത് നിന്റെ അടുക്കളയിൽ പോലും അത് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ തകർക്കുന്നല്ലേ? ഗാന്ധിജി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു, ഈ പറഞ്ഞത് ഗാന്ധിക്കെതിരെയുള്ള ഒരു പ്രസ്താവനയല്ലത്, മറിച്ച് അക്രമം നടത്തുന്ന കോൺഗ്രസിനെതിരെയുള്ള ഞങ്ങളുടെ നിലപാടാണ്. അക്രമം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നാട്ടിൽ കോൺഗ്രസുകാർ ഗാന്ധി സ്തൂപം പണിതിരിക്കും, ചിലപ്പോൾ വിവിധ സർക്കാരുകൾ പണിതിരിക്കും. അത് സിപിഎം ചെയ്യുമെന്ന് എനിക്കറിയില്ല, സിപിഎം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ലല്ല, കോൺഗ്രസിന്റെ ആ ഫോട്ടോ നിങ്ങൾ കണ്ടിരുന്നോ? ആ ഫോട്ടോ കോൺഗ്രസിന്റെ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപം വെച്ചാൽ നിങ്ങൾ പൊളിക്കും? അല്ലല്ല, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ വസ്തുത പറയാം. വസ്തുത പൊളിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ പൊളിക്കാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നാട്ടിൽ എത്ര സ്തൂപങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, കൊടിമരമായിരുന്നു കോൺഗ്രസിന്റെ. ആ കൊടിമരത്തിൽ വ്യത്യസ്ത നേതാക്കന്മാരുടെ ഫോട്ടോ ഉണ്ട്. രാജീവ് ഗാന്ധിന്റെ ഉണ്ട്, ഇന്ദിരാഗാന്ധിന്റെ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, ശരത് ലാലിന്റെ ഉണ്ട്, കൃപേഷിന്റെ ഉണ്ട്, അങ്ങനെ പലരുടെയും ഫോട്ടോ ഉണ്ട്. അവിടെ ആ നിലയിലാണ് അത് പൊളിച്ചത്. ആ നിലയിലാണ് അത് പൊളിച്ചതെന്ന് സഞ്ജയ് അറിയാം. ആ നിലയിലാണ് അത് തകർക്കപ്പെട്ട സാഹചര്യം. പറയട്ടെ, ഞാൻ പറഞ്ഞത് പറഞ്ഞതിന്റെ കാര്യം ഇതൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അത് തകർക്കപ്പെട്ടത്. ആ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഓൺ ചെയ്യാണ് അത് ചെയ്തത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പിഴച്ചു പോകുന്നല്ല, ഞാൻ യഥാർത്ഥത്തിൽ എന്റെ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. യഥാർത്ഥത്തിൽ അത് പൊളിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ്, ആരാണ് പൊളിച്ചത്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? അതിന്റെ ഉത്തരത്തിലേക്ക് എത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി കാര്യത്തിലേക്ക് എത്തട്ടെ. ആ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ വഴിപെട്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഓക്കെ, ഏറെക്കുറെ ഈ പറയുന്ന കാര്യങ്ങളുമായി രണ്ടുപേരുടെയും ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, കണ്ണൂരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഏറെക്കുറെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. വെല്ലുവിളികൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പണ്ടും പിന്നെയും. അതിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എത്ര പേരുകൾ എടുത്തു പറയാൻ കഴിയും. പക്ഷേ ഈ കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ആ പേരുകൾ എടുത്തു പറഞ്ഞ് വീണ്ടും വീണ്ടും രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ആഹ്വാനം ചെയ്യരുത് എന്നൊക്കെയാണ് എല്ലാ കാലത്തും എല്ലാവരും വിചാരിക്കുന്നത്. ഇത് പക്ഷെ മുഖാമുഖം നിന്ന് വെല്ലുവിളിക്കുകയാണ്. അതിന് നിയമത്തിൻ്റെതോ നാട്ടിലൊരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബഹുമാനത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ ഉള്ളതായെങ്കിലും തോന്നുന്നുണ്ടോ? മാധു, കണ്ണൂരിലെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ഏറെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കണ്ണൂർ കഴിഞ്ഞ 8 വർഷമായി സമാധാനത്തിൻ്റെ പാതയിലേക്കാണ് ഏറെക്കുറെ എന്ന് പറയുന്നതായിരിക്കും ശരി. ആ കണ്ണൂരിലെയും കേരളത്തിലെയും സമാധാന അന്തരീക്ഷം തകർക്കരുതേ എന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അപേക്ഷിക്കാൻ കൂടിയാണ് ഞാൻ ഈ വേദിയിൽ താങ്കളോടൊപ്പം പങ്കുചേരുന്നത്. നോക്കൂ, കണ്ണൂരിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 1969 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരാൾ രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്നതിന് കേരളത്തിലെ ഇന്ന് അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടി പ്രതിയായതാണ് തുടക്കം കുറിച്ചത്. പിന്നീട് അത് ഏറ്റെടുക്കുന്നത് കണ്ണൂരിലെ കോൺഗ്രസും അല്ലെങ്കിൽ സുധാകരൻ്റെ നേതൃത്വത്തിലും പിണറായിയുടെ നേതൃത്വത്തിലുമുള്ള സംഘർഷമായിട്ടാണ് കണ്ണൂരിൽ പിന്നീട് അത് വളരുന്നത്. അത് കാലം കഴിഞ്ഞപ്പോൾ അത് BJP-യിലേക്കും അല്ലെങ്കിൽ RSS പ്രസ്ഥാനങ്ങളിലേക്കും വന്നു. അതിനിടയിൽ ചില ഒളിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. വേദിയിൽ വന്ന് പറയാൻ ധൈര്യമില്ലാത്ത പലരും അണിയറയ്ക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ മാധു ഈ വേദിയിൽ നിന്ന് വലിച്ചു കീറിയത്. നോക്കൂ, 1, 2, 3 എന്ന് പറഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ കള്ള ബാലറ്റ് പേപ്പറിൽ തിരുത്തൽ വരുത്തിയെന്ന് പറഞ്ഞ് അത് പൊതുസമ്മതത്തിൽ കേസെടുക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ പോലീസും ഉദ്യോഗസ്ഥന്മാരും വന്നപ്പോഴെന്ന് ഒളിച്ചോടിയവരും സംരക്ഷിക്കുന്നവരും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, 1980-കളിൽ 87-ൽ ചീമേനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽപ്പിയിൽ 5 പേരെയാണ് കോൺഗ്രസ്സുകാർ നിലംപരിശാക്കിയത്. ഇന്ന് രാഷ്ട്രീയപരമായ കാലാവസ്ഥയിൽ ഇരു കൂട്ടർക്കും ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. ഇരു കൂട്ടരും കേരളത്തിൽ എത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കേരളത്തിലെ ഭരണകൂടം ഇന്ന് ഉടുതുണി അഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ടീച്ചറുടെ വിഷയം, ശശിയുടെ വിഷയം, വീണയുടെ വിഷയം, ഭരണവിരുദ്ധ വികാരം, അതവർക്ക് വഴിതിരിക്കണമെങ്കിൽ ഒരു സംഘർഷം ആവശ്യമായിരിക്കുന്നു. ഇതേ കണ്ണൂരിൽ സുധാകരൻ്റെ സ്ഥാനചലനം, പുനഃസംഘടന, അതിനകത്തുണ്ടായിരിക്കുന്ന അന്തഛിദ്രങ്ങൾ, കേരളത്തിലെ അധികാരത്തിലേക്ക് അടുക്കുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ എത്തുമ്പോൾ ഇവിടെ ഇന്ന് അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ്. മാധു ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കണ്ണൂരിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ശില തകർക്കപ്പെടുന്നു.
സ്വാഭാവികമായിട്ടും സമാധാന സന്ദേശ യാത്ര നടത്താനുള്ള വേദിയിൽ വിളിക്കേണ്ട മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് അഹിംസയുടെയും ഗാന്ധിയുടെയും പേരിൽ പറയുന്നു എന്നും മറ്റുള്ള ആരോപിക്കുന്ന പാർട്ടി വന്ന് പറയുന്നത് എന്താണ്? സമാധാന സന്ദേശത്തിൽ വിളിക്കുന്നത്. എനിക്ക് എൻ്റെ ജിൻഡോ ജോണിന് ചോദിക്കാനുള്ളത്, ഈ സമാധാന സന്ദേശ യാത്രയിൽ ധീരജിൻ്റെ കൊലക്കത്തിയുടെ മുദ്രാവാക്യം എടുത്ത് വിളിക്കാനിടയായ പശ്ചാത്തലവും ഇത് തമ്മിലുള്ള കോഇൻസിഡൻസ് എന്താണ് സർ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞു. ഒരാൾ ഏറ്റു വിളിച്ചു കൊടുക്കുകയും ഒരുപറ്റം ആളുകൾ അത് ഏറ്റു വിളിച്ച് ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ സമാധാന സന്ദേശ യാത്രയിൽ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ പ്രതിഫലനത്തിനുണ്ടായ നടപടികൾ എന്താണെന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ചീമേനിയുടെ കഥകൾ ഞാൻ പറഞ്ഞു. മാധു, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാനും പ്രതിക്കൂട്ടിലാവാൻ ചിലപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ. നോക്കൂ, കണ്ണൂരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പലപ്പോഴും പുറം ശക്തികൾ ഇടപെട്ടുകൊണ്ട് നടത്തിയ നടപടികൾ തമ്മിലുണ്ട്. ഇന്നൊരു പക്ഷേ ചില ആളുകൾ സംഘർഷം കണ്ണൂരിൽ വിചാരിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ 8 വർഷമായി അത്തരമൊന്ന് കണ്ണൂരിലും കേരളത്തിലും ഉണ്ടാകരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞയോടൊപ്പം കേരളത്തിൻ്റെ ഭരണകൂടവുമായി ചേരുന്നു. ഇനി ഇപ്പം മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവർ രണ്ടു കൂട്ടരും അന്ന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ കാരണം എന്താണ്? ഞാൻ അതിൻ്റെ ഉത്തരവും പറയാം. പോലീസ് സൂപ്രണ്ടായി കണ്ണൂരിൽ നിയമിതനായ അലക്സാണ്ടർ ജേക്കബ്, മാധു ശ്രദ്ധിക്കണം, അലക്സാണ്ടർ ജേക്കബ് കണ്ണൂർ SP അധികാരമേറ്റെടുത്ത ശേഷമാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അന്ത്യത്തിൽ അല്പമെങ്കിലും കുറവ് വന്നത്. അദ്ദേഹം പറഞ്ഞു, പാർട്ടി ഓഫീസിൽ നിന്നും തരുന്ന പ്രതികളെ എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ സർവീസ് റിവോൾവർ ഉണ്ട്, ഞാൻ സർവീസ് റിവോൾവറുമായി പുറത്തിറങ്ങും, പാർട്ടി തരുന്ന പ്രതികൾ എനിക്ക് ആവശ്യമില്ല, കാരണം നാളെ അത് നിങ്ങൾ ഒത്തുരാജിയാകും. എൻ്റെ ഓർമ്മയിലും എൻ്റെ ചരിത്ര പഠനത്തിലും കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠിച്ച അലക്സാണ്ടർ ജേക്കബിൻ്റെ ധീരമായ നടപടിയാണ് കണ്ണൂരിൽ ഉണ്ടായത്. ഇന്ന് ഞാൻ ഇടപെടുകയാണ്. ധീരജിന്റെ ആകട്ടെ, അഭിമന്യുവിന്റെ ആകട്ടെ, ശരത്തിന്റെയോ കൃപേഷിന്റെയോ ഷുഹൈബിന്റെയോ ആകട്ടെ, ആ പേരുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ വേദനയാണ്. ആ പട്ടികയിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി കേരളത്തിനുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് ഈ കൊലവിളി എന്നുള്ളിടത്താണ് അതിനെ കടക്കൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടതുണ്ട്, പിഴുതു കളയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നത്. ധീരജിന്റെ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാജേന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഈ ദൗർഭാഗ്യകരമായ ഒരു സമയമാണ്. അങ്ങേക്ക് ആ മുദ്രാവാക്യം നേരിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ എന്ന് പോലും ഇന്നും പലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം ഇതിങ്ങനെ ആവർത്തിക്കുന്നത്? 3.5 വർഷത്തോളം ഞങ്ങൾ അനുഭവിച്ച വേദന, സങ്കടം, ദുഃഖം, അതിൽ വീണ്ടും എരുതിയിൽ വീണ്ടും എണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി. സുധാകരൻ ഊട്ടി വളർത്തിയ കോൺഗ്രസിന്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തി. എന്നിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളല്ല അത് ചെയ്തതെന്ന്, അത് ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇന്നും മാസങ്ങൾക്ക് മുമ്പും ഇടുക്കിയിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന ഒരാളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധീരജിനെ കുത്തിയ കത്തി അയാൾ കണ്ടെന്നും. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന പ്രകടനത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ മുക്കിയിട്ടില്ല, അത് മിനുക്കിയെടുത്ത് DYFIയുടെ എന്ന പ്രസ്ഥാനത്തെ ഒരു ദിവസത്തെ പണിയുടെ സമയം പോലും ഇല്ലാതെ തകർത്ത് കളയുമെന്ന് ഉള്ള കൊലവിളി, അത് കേൾക്കുമ്പോൾ അത് വേദന എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല. ഗാന്ധിയൻ ആശയങ്ങളിലൂടെ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്ത എനിക്ക് ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ കുഞ്ഞിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ നേതാക്കളും മറുപടി പറയണം. യാദർശശാലികളായ കോൺഗ്രസിന്റെ പല നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. ഈ നിമിഷം വരെ ഒരു കോൺഗ്രസ് അനുഭാവിയായ എന്നെ വിളിച്ചിട്ടോ ഒരു ആശ്വാസവാക്ക് പോലും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പകരം ചെയ്യുന്നത് ഇതുപോലെ കുത്തി ഞങ്ങളെ നോവിക്കുകയാണ്. ഇതിന് തക്ക തെറ്റ് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഈ കോൺഗ്രസ്സുകാർ പറയണം.
ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണ്, അതിന്റെ പേരിലല്ലേ എൻ്റെ കുഞ്ഞിനെ അവരെ കൊല്ല ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ പ്രതികരിച്ചതിന്. ഞാൻ അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ സെമിക്കേഡറിന് ശേഷം പുതിയ ടൈപ്പ് കോൺഗ്രസ്സുകാരിങ്ങനെയാണോ? മാധു, ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. തീർച്ചയായിട്ടും മാധുവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയും. ഒന്ന്, ഈ ഗാന്ധിയുടെ സ്തൂപം വെറും കോൺക്രീറ്റ് കഷ്ണങ്ങളാണെന്ന് തോന്നുന്നവർക്ക് ചിലപ്പോൾ അത് പൊളിക്കാൻ തോന്നും. പക്ഷെ ഗാന്ധിജിയുടെ സ്തൂപം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റേതാണ് എന്ന് തോന്നുന്നവർക്കാണ് അത് പൊളിക്കാതിരിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞതിനോട് നമുക്ക് എതിർത്ത് പറയാൻ പറ്റില്ല. പലരുടെയും ചിത്രങ്ങൾ ഗാന്ധി ചിത്രത്തോടൊപ്പം ഉണ്ടായതുകൊണ്ട്, ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അടക്കം ചിത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് പൊളിച്ചതെന്ന്. അപ്പോൾ ഗാന്ധി ചിത്രത്തോടൊപ്പം മറ്റ് പല നേതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ചിത്രമുണ്ടെങ്കിൽ ഇവർ പൊളിക്കുമെന്നാണോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അടുത്തത്, ഇവർ പറയുന്ന അത് അന്വേഷിക്കണമെന്ന്. ഞങ്ങളും പറയുന്ന അന്വേഷിക്കണമെന്നാ. സനീഷിൻ്റെ വീട്ടിലെ ഗാന്ധി സ്തൂപം തകർത്തത്, കൊടിമരം തകർത്ത് ആരാണെന്ന് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രൊഡക്ഷൻ വന്നപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ. അന്വേഷിച്ചപ്പോൾ റിബേഷ് എന്ന് പറഞ്ഞ CPM-ൻ്റെ നേതാവായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ഫോണിലല്ലേ അത് കണ്ടെത്തിയത്. അതിനുശേഷം അത് എവിടം വരെ എത്തിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാം അന്വേഷിക്കണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തായാലും കോൺഗ്രസ് അല്ല കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ്. അദ്ദേഹം ഇതുകൂടി അന്വേഷിക്കണം. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഇവിടെ പൂക്കോട്ട് കോളേജിലും കോട്ടയം നഴ്സിംഗ് കോളേജിലും ഒക്കെ റാഗിങ്ങും കൊലപാതകവും ഒക്കെ നടന്നപ്പോൾ, നിരവധി തവണ ഇത്തരത്തിൽ സംവാദങ്ങളും സംഭാഷണങ്ങളും നടന്നപ്പോൾ പറഞ്ഞു മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ അനുവദിക്കണ എന്തിനാ, അവർ വന്ന് കൊടിമരം ഇട്ട് യൂണിറ്റ് ഇട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ്. ഇവിടെ സ്വന്തം നാട്ടിൽ കൊടിമരം ഇടാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം വീട്ടുപറമ്പിൽ കൊടിമരം ഇട്ട് ഗാന്ധി സ്തൂപം സ്ഥാപിച്ച ആളുടെ ഗാന്ധി സ്തൂപം നിന്റെ അടുക്കളയിലാണെങ്കിൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നെയല്ല, നിന്റെ അച്ഛൻ സദാനന്ദനെ കൈകാര്യം ചെയ്ത പോലെ. അപ്പോൾ അച്ഛൻ സദാനന്ദനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി CPM പറയണം. പണ്ട് MM മണി പറഞ്ഞ പോലെ ഒരാളെ വെടിവെച്ചും ഒരാളെ കുത്തിയും ഒരാളെ വെട്ടിയൊക്കെ കൊന്നതുപോലെ സദാനന്ദനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുകൂടി പറയണം. മരപ്പട്ടത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ CPM-കാർ അറിയാതെ അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇനി ഇവിടെ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ ധീരജിന്റെ മരണം. ഞാൻ കൃത്യമായിട്ട് ഉത്തരവാദിത്ത ബോധത്തോട് പറയുന്നു, ധീരജ് മരണപ്പെട്ടത് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിന്റെ അകത്തല്ല. ആ FIR ഒന്ന് പരിശോധിക്കണം. CPM-ന്റെ പ്രതിനിധി, താങ്കൾ പറഞ്ഞത് ക്യാമ്പസിനകത്ത് കൊല്ലപ്പെട്ടു എന്നാ. നിങ്ങൾ രക്തസാക്ഷി എന്ന് അവകാശപ്പെടുന്ന ധീരജ് മരണപ്പെട്ട സ്ഥലം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ് ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ വല്ലാത്ത കഷ്ടം എന്നേ പറയാനുള്ളൂ. ധീരജ് മരണപ്പെട്ടത് നിഖിൽ പൈലി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊല്ലാൻ വേണ്ടി ഒരു പറ്റം SFI-ക്കാർ ക്യാമ്പസിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് പിന്തുടർന്ന് ചെന്നപ്പോഴാണ്. എന്തായാലും നിഖിൽ പൈലിക്ക് ഉമ്മ കൊടുക്കാനോ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാനോ ആയിരിക്കില്ലല്ലോ നിങ്ങൾ ആരും ഓടിച്ചെന്നത്. അവിടെ നടന്ന കൂട്ട സംഘർഷത്തിൽ അടിയിൽ പരിക്കേറ്റ്, പലർക്കും പരിക്കേറ്റതിൽ ഒരാൾ പരിക്കേറ്റ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് ആര് മരണപ്പെട്ടാലും, ഇവിടെ ധീരജെന്നല്ല, ആര് മരണപ്പെട്ടാലും ഞാനും ഒരു കോൺഗ്രസ്സുകാരനാ. എൻ്റെ മക്കൾ നാളെ SFI-യുടെ കൊത്തി പിടിച്ച് മറ്റാളുകളെ കൊല്ലാൻ തെരുവിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാ. അപ്പോൾ അതുകൊണ്ട് ഏത് മനുഷ്യൻ മരണപ്പെട്ടാലും നമുക്ക് ഒരേ വികാരത്തോടെ തന്നെ കാണണം. പക്ഷെ ആ വികാര പ്രകടനം അല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ അന്നുണ്ടായത്. അങ്ങ് ഈ കാര്യങ്ങളെ വളരെ പ്രോഗ്രസീവായി കാണുന്ന ഒരാളാണെന്ന് എനിക്ക് നിരന്തരം ചർച്ചകളിൽ ബോധ്യമുണ്ട്. പക്ഷെ അന്നത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അല്ലല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. മാധുവിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ടല്ലോ. KPCC അധ്യക്ഷൻ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ കുട്ടികളെ കള്ളക്കേസിൽപ്പെടുത്തിയാണ് നിഖിൽ പൈലി ക്യാമ്പസിന്റെ അകത്ത് കയറിയോ? മാധുവിന്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടോ, തെളിവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നിഖിൽ പൈലിയെ കൊല്ലാൻ വേണ്ടി തെരുവിലേക്ക് ഓടിച്ച് പുറകിലോട്ട് പോയ ആളുകൾ കൂട്ടക്കുത്തിനിടയിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടെത്തണ്ടേ? കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തണ്ടേ? അത് ഞങ്ങൾ കണ്ടെത്തി തരണോ? അത് കേരള പോലീസിന്റെ ചുമതലയാ. അത് കണ്ടെത്തണം, ആ കേസ് തെളിയിക്കണം. എങ്ങനെയാണ് ധീരജ് മരണപ്പെട്ടതെന്ന് അറിയണം. മാത്രമല്ല, അവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ തമ്മിൽ തല്ല് നടന്ന് അതിലൊരാൾ മരണപ്പെടുന്നത് പോലെയാണോ ഷുഹൈബ് മരണപ്പെട്ടത്, ഷുക്കൂർ മരണപ്പെട്ടത്, കൃപേഷും ശരത്ലാലും വേട്ടയാടപ്പെട്ട് ഒളിവിലിരുന്ന് വെട്ടിക്കൊന്നു കളഞ്ഞത്? എങ്ങനെയാ അവർ മരണപ്പെട്ടത്? TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടത് എങ്ങനെയാ? ആസൂത്രിതമായിട്ട് പ്ലാൻ ഉണ്ടാക്കി കൃത്യമായിട്ട് എക്സിക്യൂഷൻ നടത്തിയില്ലേ? അതുപോലെയാണോ ധീരജിന്റെ മരണവും? എല്ലാ മരണവും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ധീരജിന്റെ മരണം എങ്ങനെയാണ് നടന്നത്? ഒരു സംഘർഷത്തിനിടയിൽ. മുൻകൂട്ടി ഒരു പ്ലാനും ആരും ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായ നിഖിൽ പൈലി നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള പിള്ളേരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കാൻ പോയതായിരിക്കില്ല എന്നുകൂടി വിചാരിക്കുന്നു. ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കയ്യൊക്കെയുള്ള ചേട്ടന്മാർ പുറത്തു വന്ന് നിൽക്കുന്നത് ഒപ്പിച്ചു കൊടുക്കാനും വേണ്ടി വന്നാൽ സഹായം കൊടുക്കാനുമാണെന്ന് അറിയാത്തവരാരും കൂടിയുണ്ടോ? മാധു ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ക്യാമ്പസിൽ ഇലക്ഷൻ നടന്നാലും അവിടെ ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അവിടെ ചെല്ലും, പ്രവർത്തിക്കും. നിഖിൽ പൈലി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരൻ KSUകാർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പോയിടത്താണ് രണ്ടുപേർക്കാണ് കുത്തേൽക്കുന്നത്. അതിലാണ് ധീരജ് മരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ പോകരുതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ പിള്ളേർ തമ്മിലുള്ള കാര്യങ്ങൾ പിള്ളേർ തമ്മിൽ തീർക്കാതെ അവിടെ കയ്യൊപ്പ് കാണിക്കാൻ പോകേണ്ട പ്രശ്നമുണ്ടെന്നേ. അങ്ങ് പറഞ്ഞതുപോലെ നിഖിൽ പൈലിയെ പിള്ളേരിട്ട് ഓടിക്കാൻ അവിടെ ചെന്ന് കാണിക്കാൻ പോയത് ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ കൊല്ലാൻ ഓടിക്കുന്നവന്റെ കയ്യൂക്ക്, ഓടിപ്പോകുന്നവന്റെ അല്ല കയ്യൂക്ക്. ഓടിപ്പോകുന്നത് നിഖിൽ പൈലി. ഒറ്റയ്ക്ക് നിന്ന നിഖിൽ പൈലിയെ കൊല്ലാൻ ഓടിക്കുന്നവരാ കയ്യൂക്ക് കാണിച്ചത്. അവരാണ് അതിക്രമം കാണിച്ചത്. മാധു ഒന്നുകൂടി അന്വേഷിക്കുക. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ ജീവൻ നഷ്ടപ്പെട്ടു. നോക്കൂ, അല്ലല്ല, എനിക്ക് നിഖിൽ പൈലിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അവിടുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞതുപോലെ FIR അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തള്ളി പറയാൻ ഞാൻ തയ്യാറുമല്ല. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടത് 10-21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ്. വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട്. അത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക്, യുവജന നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് പറയുന്ന പോലെ അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ളതാണ്. അതിൽ ഈ രീതിക്ക് പ്രകോപിതനാകുന്നത് പോലും, ഈ രീതിക്ക് എന്റെ ഒരു ചോദ്യം പൂർത്തീകരിക്കാൻ പോലും സമ്മതിക്കാതെ ജിൻഡോ സംസാരിക്കുന്നത് പോലും ആ കാര്യത്തെ ജിൻഡോയ്ക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ചർച്ച. ഈ ഉത്തരത്തിന് തുടക്കത്തിൽ ജിൻഡോ പറഞ്ഞു ആര് മരിച്ചാലും ഞാൻ അതിനെ ന്യായീകരിക്കുന്ന ആളല്ലാന്ന്. പക്ഷെ അന്ന് ന്യായീകരിച്ചതിന്റെ അംശങ്ങൾ ഇപ്പോഴും പ്രവർത്തകർക്കിടയിൽ എനിക്ക് ബോധ്യമുണ്ട് ഇത്രയും കാലത്തിനിടയിൽ. പക്ഷേ അന്നത്തെ ന്യായീകരണങ്ങളൊക്കെ കുറച്ച് കടന്ന ന്യായീകരണങ്ങളായിരുന്നു നേതാക്കൾ നടത്തിയത്. അതിന്റെ അലയൊലി ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ആ മുദ്രാവാക്യം ഉളുപ്പില്ലാതെ വിളിക്കാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞത്. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരോട് വിദ്വേഷമാണോ കാണിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലെ തന്നെ എത്രമാത്രം രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്. നേതാക്കന്മാർ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാവും. ആ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് വ്യക്തിപരമായി ഓരോരുത്തരും പരസ്പരം ബന്ധം പുലർത്തിയിരുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ട് പഠിച്ചതല്ലേ. അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രാകൃതമാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. PS സഞ്ജീവ്, ഈ അഹിംസയുടെ മഷിക്കുപ്പിയിൽ നിന്നാണ് ഇന്ന് പുഷ്പചക്രം കരുതി വെക്കുമെന്ന് പറയുന്ന കൊലവിളി ഉണ്ടാകുന്നത്. അല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വരും എന്ന് കണ്ടു. തങ്ങളുടെ പാളയത്തിലെ പട അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് കണ്ണൂരിൽ ഈ പറഞ്ഞ മലപ്പട്ടത്ത് നടത്തിയത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു മലപ്പട്ടത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്നാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തരാത്തതിൻ്റെ ഒരു അവസ്ഥയൊന്നുമില്ല. ഞങ്ങളാരും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കൈമുതലായി സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെ മലപ്പട്ടത്ത് ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ അടുവാപ്പുറത്തും മലപ്പട്ടത്തും, അടുവാപ്പുറത്ത് നിന്നും മലപ്പട്ടത്തേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ ഈ 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് സഞ്ചരിച്ച് സംഘർഷം ഉണ്ടാക്കി CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി കേരളത്തിലെമ്പാടും ഒരു സംഘർഷമുണ്ടാക്കിയ ഒരു രക്തസാക്ഷിത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ നിഖിൽ പൈലിയുടെ ഒക്കെ കാര്യം. എന്തൊക്കെ ന്യായീകരണങ്ങളാണ് കോൺഗ്രസ് പ്രതിനിധി നടത്തിയത്? ഒരു പയ്യനെ 20 വയസ്സുകാരനെ കൊലപ്പെടുത്തിയിട്ട്, ഒറ്റ കുത്തിന് കൊലപ്പെടുത്തിയിട്ട് അത് തങ്ങളുടെ പ്രവർത്തകനല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്നാൽ തങ്ങളുടെ KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ ആവർത്തിച്ചത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ ചെയ്യിച്ചതാണ്, ഞങ്ങൾ സംരക്ഷിച്ചതാണ്, ഞങ്ങളുടെ കുട്ടികൾ എരന്നു വാങ്ങിയതാണ്, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കുക, എരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ്. ഇവിടെ ധീരജിൻ്റെ അച്ഛൻ പ്രതികരിച്ചല്ലോ. എത്ര വേദനയോടുകൂടിയാണ് ആ മനുഷ്യൻ ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്നത്. ഓരോ നിമിഷത്തിലും അദ്ദേഹം വീണ്ടും ഈ കൊലപാതകം വീണ്ടും ആഘോഷിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഒരു ആഘോഷ പ്രകടനമല്ലേ നമ്മളന്ന് കണ്ടത്? എന്താ അവിടെ കണ്ടത്? ഇവിടെ പറഞ്ഞ സമാധാന സന്ദേശ യാത്ര പോലുള്ള ഒരു യാത്ര നടത്തിയിട്ട് അവിടെ കൊലപാതകത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്തത്.
എന്നിട്ട് ആ സ്വാഭാവികമായിട്ടും ഇത്രമേൽ സംഘർഷം ഉണ്ടാക്കിയ ഒരു പ്രദേശത്ത് കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ ജിൻഡോ ജോണിനോട് അല്ല, ഞാൻ പറയാം. ചോദിക്കുന്നതിന് നിങ്ങൾക്ക് അല്ല, നിങ്ങൾ ചോദിച്ചത് ഒരു രാഷ്ട്രീയ സമര പരിപാടിയിൽ ഒരു ജാഥയിൽ ഒരാൾ മുദ്രാവാക്യം വിളിക്കുന്നു, ഏതെങ്കിലും ഒരു നേതാവ് എന്നെടുത്ത് പറയാൻ പി എസ് സഞ്ജീവിന് കഴിയില്ല. പേരാവൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഇതാ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം, ഇവർ അപ്പോയിന്റ് ചെയ്ത പേരാവൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. ഈ സംഘർഷം തുടങ്ങുന്ന കണ്ണൂർ നഗരത്തിലെ അക്രമം നടത്തിയിട്ടുള്ളത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി ഉൾപ്പെടെയുള്ളവരാണ് കണ്ണൂരിൽ ഇത് നടത്തിയത്. ഈ പ്രകടനം നടത്തിയത് ഇയാളാണ്, മുദ്രാവാക്യം വിളിച്ചത്. ഒരു കാര്യം കൂടി ഇയാൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനാണ് പേരെടുത്ത് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു യാത്ര നടക്കുന്നു, അതിലൊരു മുദ്രാവാക്യം വിളിക്കുന്നു, അതിനെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കുന്നു. അതിനുശേഷം ഒരു നിമിഷം ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിക്കുന്നത് പോലെയല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപൂർവ്വം ഒരു രാഷ്ട്രീയ പോസ്റ്റിംഗ് നടത്തി അവിടെ ചെല്ലുന്ന ആളൊരു വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം വേണം. വാർത്താ സമ്മേളനത്തിൽ എന്താ കെ രാജേഷ് പറഞ്ഞതാണ് ഈ പുഷ്പചക്രത്തിന്റെ കാര്യം. രാജേട്ടൻ വാർത്താ സമ്മേളനത്തിലാണോ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? അദ്ദേഹം ഇപ്പോഴല്ലേ ഇപ്പൊ സംസാരിച്ച് നിങ്ങൾ ഇപ്പൊ ബൈറ്റ് കാണിച്ചതല്ലേ, അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്വത, രാഷ്ട്രീയ പക്വത കാണിക്കണം. പുഷ്പചക്രത്തിന്റെ കാര്യം, പുഷ്പചക്രത്തിന്റെ അല്ല, ഇതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പഴയ കാര്യം. ഈ ചർച്ചയുടെ തുടക്കത്തിലൊരു നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മാധ്യമങ്ങൾ സവിശേഷകരമായി എടുത്ത് ചർച്ച ചെയ്ത ഈ പുഷ്പചക്രത്തിന്റെ കാര്യം, ഈ സവിശേഷപരമായിട്ട് പുഷ്പചക്രം മാത്രമല്ല, ഞാൻ പറയാം. അതെ, നിങ്ങൾ ചർച്ച ചെയ്ത കാര്യത്തിലേക്ക് തന്നെ എത്താം. ഇങ്ങനെ പ്രകോപനം സൃഷ്ടിച്ച് CPM-മായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് ഈ മലപ്പട്ടം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ കോൺഗ്രസിനെ ആരും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതല്ല, കോൺഗ്രസിനെ ജനങ്ങൾ നിഷ്കരുണം തള്ളിയതാണ്. ഒരാൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തബോധത്തോടെ പ്രവർത്തിക്കേണ്ട ഒരാളാണ്, ഉത്തരവാദിത്തബോധത്തോടെ വാക്കുകൾ സെലക്ട് ചെയ്യേണ്ട ആളാണോ കെ രാഗേഷ്? അല്ലെ, ഞാൻ പറയട്ടെ, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മാത്രമല്ല, 6 കിലോമീറ്റർ അപ്പുറത്തുള്ള കാവുമ്പായി സമരകേന്ദ്രവും ലോക്കൽ കമ്മിറ്റി ഓഫീസും തച്ച് തകർക്കുകയും ചെയ്തു. പ്രദേശത്താകെ സംഘർഷമുണ്ടാക്കി. ആ പ്രദേശം എന്ന് പറയുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അത് മാത്രമല്ല, MP ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തുടക്കം കോൺഗ്രസിൽ തുടങ്ങുന്നതും ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ ജിൻഡോ ജോണിനോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന് മറുപടിക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ഇതിനപ്പുറത്തേക്ക് ഇനി പി സഞ്ജീവിന് എണ്ണി പറയാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും കോൺഗ്രസിന്റെ ജാഥയിൽ സംഭവിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ പോലും നിയമത്തെ വെല്ലുവിളിക്കുന്ന, രാജ്യത്തെ നിയമത്തെ ബഹുമാനമില്ലാത്ത, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന് വിലയില്ലാത്ത ഈ പ്രതികരണം നടത്താൻ കെ രാഗേഷിന് പറ്റുമോ? കത്തിയുമായി ഒരാൾ കൊലപ്പെടുത്താൻ വന്നാൽ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാവില്ലേ, പ്രതിരോധം ഉണ്ടാവില്ലേ? സ്വാഭാവിക. ഒരാൾ കൊല്ലാൻ വന്നാൽ എന്താ ചെയ്യാ? നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ, നമ്മൾ പ്രതിരോധിക്കില്ലേ, ആത്മരക്ഷാർത്ഥം പ്രതിരോധിക്കില്ലേ? അല്ലാതെ വേറൊന്നല്ലല്ലോ. ഒരാളെ കൊലപ്പെടുത്തുന്നൊന്നും ആരും അവിടെ പറഞ്ഞിട്ടില്ല. കത്തിയുമായി വന്നാൽ തിരിച്ചു കൊല്ലും എന്നാണ് കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ തിരിച്ചു കൊല്ലും? അല്ല, ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയമൊന്നും കണ്ണൂരിൽ ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഇവർ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി പുഷ്പചക്രം കൊടുക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഖാവ് കെ രാഗേഷ് ഏതെങ്കിലും ഘട്ടത്തിൽ അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയല്ല നടത്തിയത്. ആ പ്രദേശത്തെ രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. കേരളം ഒട്ടുക്കുമുള്ള ഏതെങ്കിലും വിഷയത്തല്ല, പ്രദേശത്തെ രാഷ്ട്രീയം, ആ പ്രദേശത്തെ രാഷ്ട്രീയത്തെ മുൻനിർത്തി അവിടുത്തെ വൈകാരിക തലത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അവിടെ സംസാരിച്ച നേതാക്കളുണ്ട്, മറ്റുള്ളവരുണ്ട്, രാഷ്ട്രീയ പ്രസംഗം നടത്തിയവരൊക്കെയുണ്ട്. അതിൽ നിന്ന് ചീന്തിയെടുത്ത ഒന്നാണ് ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അതൊരു ക്രൈം നടന്നതാണ്. അല്ല, അങ്ങനെ ഒരു ആഹ്വാനവും കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രൈമാണ് ധീരജിന്റെ കൊലപാതകം. ഒരു ക്രൈമല്ലേ? ഇവിടെ നടന്നല്ലേ കൊലപാതകമല്ലേ? കോൺഗ്രസ് സംഘടിപ്പിച്ചതല്ലേ? കോൺഗ്രസ് സംഘടിപ്പിച്ച കൊലപാതകം ചോദിച്ചത് കൊണ്ട് മാത്രം തീരുന്നില്ല. കൊലപാതകമല്ലേ എന്ന് പി എസ് സഞ്ജീവ് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയണോ? പിന്നെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അതെ, കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ തെളിവായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത്, ധീരജിനെ കുത്തിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെവിടെയാണ്? KPCC പ്രസിഡന്റിന്റെ KPCC ഓഫീസിലാണോ? ജിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവാദിത്വത്തോട് ഉത്തരം പറയണം. ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചോദിക്കുന്നു, KPCC-യുടെ ഓഫീസിലാണോ? പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലാണോ? ആരുടെ കയ്യിലാണോ കത്തിയുള്ളത്? പോലീസിന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ, പോലീസിന്റെ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഉറപ്പുണ്ട്? പി എസ് സഞ്ജീവ്, ഡോക്ടർ ജിൻഡോ ജോണിനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ആ കത്തി നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ചോദിച്ച കാര്യമാണ് കോൺഗ്രസ്സുകാരോട്. നിങ്ങളോട് ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മതിയോ? നിങ്ങൾക്ക് മറുപടി വേണ്ടേ? കണ്ണൂർ ജില്ലയിലോ കേരളത്തിലെമ്പാടും സമാധാനം നിലനിർത്തുക എന്നുള്ളത് CPM ഉൾപ്പെടെയുള്ള
ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷ കാഴ്ചപ്പാടുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ക്ഷമയായി ശീലിച്ചവരാണ്. എത്രയെത്ര ഘട്ടങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സമാധാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ, നമ്മുടെ BJPയുടെ പ്രതിനിധി കണ്ണൂർ ജില്ലയെ കുരുതിക്കളമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്രയെത്ര മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും സന്നദ്ധമായി അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വന്ന മനുഷ്യരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ. അവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും എത്ര മനുഷ്യർ. രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും ഏകപക്ഷീയമായി മാത്രമല്ല നാട്ടിൽ നടക്കുന്നത്, അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് കൊണ്ടാണ് ഒരു യോഗം ചേർന്ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് കൊണ്ടാണ് ഒരു യോഗം ചേർന്ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൽ കേരളീയ സമൂഹം നന്ദിയുള്ളവരുമാണ്. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറ്റുള്ളവരോടുള്ള ചോദ്യം മാത്രം മറുപടിയായി വെക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ചർച്ചയിൽ അനീതിയാണ്. ജനാധിപത്യ ചർച്ചയിൽ ഞങ്ങൾക്ക് മറുപടി ഇല്ലാത്ത ഒരു സ്ഥിതിയില്ല. ഞാനിപ്പോ നിങ്ങൾ ഗോപിയേട്ടനുമായി ബന്ധപ്പെട്ട് PV ഗോപിനാഥുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചല്ലോ, ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ. അതേതെങ്കിലും ഘട്ടത്തിൽ ഗാന്ധി വിരുദ്ധമായി നടത്തിയ ഒരു അതൊരു സ്തൂപമേ അല്ല, അതൊരു കൊടിമരവുമായി ബന്ധപ്പെട്ടാണ്. അത് പൊളിച്ചതാരാണ് നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അത് പൊളിച്ചതായി നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ അത് തന്നെയാണ് സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊരു സ്തൂപവുമായി ബന്ധപ്പെട്ടല്ല. ഗോപിനാഥ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ജിൻഡോ ജോൺ പിന്നീട് ചോദിച്ചത് കോൺക്രീറ്റ് ആയി മാത്രം മാത്രമല്ല, കൂടെ ഇരിക്കുന്നവർ കൊണ്ടുവന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് സഞ്ജീവാണ്. ഞാൻ പറയട്ടെ, ആ പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാൻ ഇപ്പൊ കണ്ണൂരിൽ പോയി അക്രമം നടത്തുന്നു, എന്നിട്ട് മലപ്പട്ടത്ത് വന്ന് സംഘർഷം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ തമ്മിലടി ഉണ്ടാകുന്നു. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു. CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരെ മറ്റ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുന്നു. അവിടെ വഴി കൊലവിളി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, കൊലപാതകത്തിന് ആഹ്വാനം കൊടുക്കുന്നു. എന്താണ് സന്ദേശം? ആ സന്ദേശം ചെന്നെത്തിക്കുന്നവരെയാണ് വൈകാരിക തലം ഉയർത്തുന്നത്. എന്തിനാണ്? അതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ഒരു കൊടിമരം അവിടെയാണ് PV ഗോപിനാഥിന്റെ പ്രസ്താവനയുടെ പൊരുൾ നിൽക്കുന്നത്. ഈ ചർച്ചയിൽ 7:30 മുതൽ ഇങ്ങോട്ട് 8:15 മണി വരെ സർക്കാരിന്റെ പോസ്റ്റർ കീറിയത് മുതൽ അവിടെ വരെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങൾ കണ്ടത് PV ഗോപിനാഥുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ അങ്ങേക്ക് ഗോപിനാഥിൽ നിങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? താങ്കൾ പറഞ്ഞത് KK രാഗേഷ് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കേണ്ടായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞത്. ആ പ്രദേശത്ത് വിളിച്ചു ചേർത്തുള്ള ഒരു പൊതുയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പ്രസംഗിച്ച കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിനപ്പുറം പൊതുയോഗത്തിൽ നടത്തുന്ന പ്രതികരണത്തിനിടെ, രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ, പ്രതിഷേധ സംഗമത്തിനിടെ പറയാൻ കഴിയുന്ന കാര്യമാണ് സംഘർഷം. ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാൾ കൊലപ്പെടുത്താൻ വരുമെന്നാണ് ആഹ്വാനം ചെയ്യുന്നവരെ അതല്ല ഇത്ര നേരം ചോദിച്ചത്. അല്ല, അങ്ങനെ ആഹ്വാനം ചെയ്യുന്നവരെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു കാര്യം ചെയ്യുക. അങ്ങനെ ആഹ്വാനം ചെയ്യുന്നവരെ അത് ഞാൻ ചോദിച്ചു. അത് ഞാൻ ചോദിച്ചു. അല്ല, PS കേൾക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നവരെ നിങ്ങൾ നേരിട്ട് രക്ഷാപ്രവർത്തനോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യാനോ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആഭ്യന്തര വകുപ്പിനോടും പോലീസിനോടും ഈ പണി നിർത്തി ഞങ്ങൾ നേരിട്ട് ചെയ്യാൻ പറഞ്ഞേക്കാം. മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ CPM-വുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആരെയെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു ഘട്ടത്തിലും മുന്നോട്ട് വന്നിട്ടില്ല. പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകരെ വെട്ടിവീഴ്ത്തുകയും കൊട്ടേഷൻ മാഫിയകൾക്ക് പണം കൊടുത്ത് കൊലപ്പെടുത്താൻ പറഞ്ഞയക്കുകയും ചെയ്ത ചരിത്രമുള്ള കോൺഗ്രസ് ആണ് കണ്ണൂരിലെ കോൺഗ്രസ്. അതിന്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. K. സുധാകരനിൽ വെച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം കണ്ണൂരിലെ CPM ഒരു ഘട്ടത്തിലും എടുത്തില്ല. കേരളത്തിലെ CPM എടുത്തിട്ടില്ല. പ്രകോപനം ഉണ്ടാക്കിയാൽ അങ്ങോട്ട് അതേ വഴിക്കാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന സർക്കാരാണ്, ആ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും പോലീസുമാണ് സംസ്ഥാനത്തുള്ളതെങ്കിൽ നിങ്ങൾ ഇത് നേരിട്ട് നടപ്പിലാക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, കണ്ണൂർ ഒരു വലിയ കോട്ടയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസിന്റെയും ഏറ്റവും ശക്തമായ സംവിധാനം നിലനിൽക്കുന്ന മേഖല തന്നെയാണ്. ഒരു ഭാഗത്ത് CPM-ന്റെ കോട്ടയാണ് എങ്കിൽ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ എത്രത്തോളം സംഘടനാശേഷി മറ്റെവിടത്തേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടതുണ്ട് എന്നതും അറിയാവുന്നതാണ്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയമുള്ളിടത്താണ് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം വേണ്ടത്. പക്ഷെ അവിടെ പോലീസും നിയമവും എത്തി നോക്കാൻ പാടില്ല എന്നുണ്ടോ? മധു, ഞാൻ അത് തന്നെയാണ് ആരംഭത്തിൽ പറഞ്ഞത്. അലക്സാണ്ടർ ജേക്കബിൻ്റെ ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ പഠന വിഷയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന എന്നാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് മാധുവിനോട് ഞാൻ പഠിപ്പിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും എന്നൊക്കെ പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ കണ്ണൂരിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകളും സംഘർഷങ്ങളും വളർന്നു വരും. അതിൻ്റെ ചില അണുരണനങ്ങൾ ഇപ്പോഴും കണ്ണൂരിൽ നിലനിൽക്കുന്നു.
പാർട്ടിക്കകത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, പാർട്ടി അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതേപോലെ കോൺഗ്രസും എത്തിയിരിക്കുന്നത്. നോക്കൂ, പാർട്ടിക്കകത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ അണികൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താനും നിയന്ത്രിക്കാനും സാന്ത്വനപ്പെടുത്താനുമാണ് നേതാക്കന്മാരുടെ ഗുണമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കണ്ണൂരിലെ ഇന്നത്തെ രാഷ്ട്രീയപരമായി ഉണ്ടായ ചില അസ്വസ്ഥതയുടെ കുറവിന് കാരണം അത്തരം പക്വതയോടെ നേതൃത്വത്തിൽ ചിലരെങ്കിലും തയ്യാറെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കാണുന്നത് എന്താണ്? ഗാന്ധിയുടെ പ്രതിമ തകർത്തു. വലത് ചെവിക്കുറ്റിക്കടിച്ചാൽ ഇടത് ചെവിക്കുറ്റി കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഗാന്ധിയിൽ അഭിമാനിക്കുന്നവർ അവരുടെ തന്നെ ഒരു കയ്യബദ്ധം മൂലമോ അല്ലാതെയോ ഇടപാടായ ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ്റെ കുടുംബമുള്ള മണ്ണിൽ വന്ന് ആ കത്തി ഞങ്ങൾ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കും എന്ന് പറയുമ്പോൾ ഇവർ ഗാന്ധിയെയാണോ പ്രതിമയാണോ കോൺക്രീറ്റാണോ കാണുന്നത്? ഞാനിവിടെ വന്ന് ഗീർവാണ പ്രസംഗം നടത്തുകയല്ല. നടു റോട്ടിൽ പശുവിനെ അറക്കാൻ കയ്യറപ്പ് തീർന്ന് നേതൃത്വം കൊടുത്തത് അണികളല്ല, നേതാക്കന്മാരാണ്. മറുപക്ഷത്തോ നോക്കൂ, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഇടപാടുകൾ, അതിൻ്റെ കച്ചവടം തങ്ങളുടെ കച്ചവട താല്പര്യത്തിന് വിരുദ്ധമാകുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ നേതൃത്വത്തിന് കഴിയാത്തത്. ഒരർത്ഥത്തിൽ കണ്ണൂരിലെ രാഷ്ട്രീയ നേതൃത്വത്തിനകത്ത് ഇത്തരം ക്രിമിനലുകൾ പിടിമുറുക്കിയപ്പോൾ അത്തരം ക്രിമിനലുകളെ നേർവഴിക്ക് നയിക്കാനോ അത് അനുരണനത്തിൽ തീർക്കാനോ ചെയ്യുന്നതിന് പകരം ആ എരിതിയിൽ വീണ്ടും വീണ്ടും നെയ്യൊഴിക്കുകയും ആ തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നു. പണ്ടും ഞങ്ങൾ ഇതിനിരയായപ്പോഴൊക്കെ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേസിനെ കുറിച്ച് ഞാൻ മുൻവിധിയോടെ പറയാത്തത് കണ്ണൂരിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. മാധു, കണ്ണൂരിലെ CPM RSS അല്ലെങ്കിൽ BJP സംഘർഷം മൂർച്ഛിച്ചപ്പോൾ BJPയുടെ പതാക നശിപ്പിച്ചതിൻ്റെ പേരിൽ മാർക്സിസ്റ്റുകാരല്ലാത്ത ആളുകളെ പിടിച്ചതിൻ്റെ പ്രതിപ്പട്ടികയിൽ ചേർത്തതിൻ്റെ അനുഭവം തലശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട്. മാഹിയിൽ 2 വർഷം മുമ്പ് തങ്ങളുടെ പതാക നശിപ്പിച്ചത് അന്ന് സംഘർഷത്തിലുള്ള ആളുകളായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ ഇത്തരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പും സമാധാന പ്രസംഗങ്ങളും നടത്തുന്ന ആളുകൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. സഖാവ് കൃഷ്ണപ്പിള്ളയുടെ പ്രതിമ തകർത്തതും രാഷ്ട്രീയ എതിരാളികളായിരുന്നില്ല. രാഷ്ട്രീയ സംഘർഷത്തിന് ലക്ഷ്യം വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യ കേരളത്തിന്, ഇത് കേരളമാണെന്ന് പറയുന്നിടത്ത് നേതാക്കന്മാർ എരിതീരിൽ തീയൊഴിക്കുന്നു എന്നുള്ളതാണ്, അവിടെ എണ്ണയൊഴിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇന്ന് നേരിടുന്ന കനത്ത വെല്ലുവിളി. മാത്രവുമല്ല, മാധു പറഞ്ഞ മാതിരിയിൽ കേരളത്തിൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് നിയന്ത്രിക്കാവുന്ന പോലീസേ കേരളത്തിലുള്ളൂ എന്ന് ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കേരള പോലീസ് സേനയ്ക്ക് കഴിയില്ല. ഇന്ന് തന്നെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരം പച്ചയ്ക്ക് പട്ടാപ്പകൽ പിഴുതെടുക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്. ആ പോലീസിൻ്റെ കയ്യിൽ നിന്നും ബലം പ്രയോഗിച്ച് അത് കൊണ്ടുപോവുകയും അതൊരു ആഹ്ലാദ നൃത്തം ചവിട്ടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം മൗനമാവുകയും ഇവരുടെ വാക്കുകൾ ഒരുപക്ഷെ ഇവിടെ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അണികളുടെ വികാരം സംരക്ഷിക്കണം, അവരെ വൈകാരികമായിട്ടുള്ള തണുക്കാതെ സൂക്ഷിക്കണം. അതേസമയത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകലാണ് എന്ന് പറയണം. അതനുഭവിക്കാവുന്ന ത്വരയാണ് മാധുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഇരു കൂട്ടരും ഇവിടെ ബബ്ബ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും പ്രബുദ്ധതയും. ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിപ്പോൾ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം ഇതാണ്: കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് എന്ന്. ശ്രീ PS സഞ്ജീവും ശ്രീ TP ചന്ദ്രൻ മാസ്റ്ററും ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാക്കാൻ, ഒരു മറപിടിക്കാൻ വേണ്ടി അക്രമ പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോവുകയാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതിന് കാരണമൊരുക്കുകയാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അക്രമ സംഭവം, അതായത് ഇവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് ആ ജാഥയ്ക്ക് ഏറ്റവും പിന്നിൽ ഗുണ്ടാപ്പടയെ നിർത്തിയാണ് കോൺഗ്രസ്സുകാർ അത് ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത് എന്നാരോപിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് തൊട്ടതെല്ലാം പിഴച്ചിരുന്നു. മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അത് കൃത്യമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരുമാണ്. കാരണം ഈ നാട്ടിലെ ആളുകളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇത്തരത്തിൽ വിഷയം വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സഞ്ജീവ് പറഞ്ഞത്, അദ്ദേഹം എന്നെ കോൺഗ്രസ് പ്രതിനിധി, എൻ്റെ പേര് വല്ലതും പറയാൻ അദ്ദേഹത്തിന് മടിയാണ്. ഞാൻ സഞ്ജീവിനോട്
ചോദിക്കുന്നത്, കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഒരു ഏത്തവാഴ കണ്ടു വെക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. കോൺഗ്രസിനെ പോലെ പ്രതിപക്ഷത്ത് 9 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതി കണ്ടുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് സേന നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത്? അടുത്തത് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ പറയുന്നത്, സനീഷിന്റെ വീട്ടിന്റെ അടുക്കളയിൽ ഗാന്ധി പ്രതിമ വെച്ചാൽ ഞങ്ങൾ പൊളിക്കുമെന്ന്. അപ്പൊ ഗാന്ധി പ്രതിമയാണെന്ന് അറിയാം ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പർ ഗോപിനാഥിന്. ഗാന്ധി പ്രതിമ വെച്ചാൽ പൊളിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സനീഷിന്റെ അടുക്കളയിൽ കയറി ഗാന്ധി പ്രതിമ പൊളിക്കാനും പാവപ്പെട്ടവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി ഇടാനും ഒക്കെ അല്ലാതെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സമരം ചെയ്യുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് വാദം വരാതിരിക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ സമരത്തിന്റെ ഇടയ്ക്ക്, പ്രകടനത്തിന്റെ ഇടയ്ക്ക് വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഉത്തരവാദിത്വം സംഘടനാപരമായി ഏറ്റെടുക്കണമെന്നല്ലേ? ഹസൻ മുബാറക് എന്ന് പറഞ്ഞ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി നേതാവ് ചാലക്കുടിയിലെ SIയെ പട്ടിയെ പോലെ തെരുവിലിട്ട് തല്ലുമെന്ന് പറഞ്ഞു. അത് സംഘടനാപരമായി ആലോചിച്ചെടുത്ത, ഉറപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നോ? നിങ്ങൾക്ക് തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരുമെന്ന് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷ പറഞ്ഞിരുന്നു. അത് SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനം ചേർന്ന് എടുത്ത് നടപ്പാക്കി പറഞ്ഞു പഠിപ്പിച്ച പദ്ധതിയായിരുന്നു. അല്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവിന്റെ വിവേചനം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ പോലെ ഞാൻ പൂർത്തിയാക്കട്ടെ. പിന്നെ കത്തിയുമായി വന്ന് സഞ്ജീവേ ഇത് തന്നെ പ്രശ്നം, മരപ്പെട്ടത് ഇത് തന്നെ പ്രശ്നം. നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിരിക്കണം, ഞാൻ പറയുന്നത് കേട്ടിരിക്കും, ഞാൻ പറയുന്നത് കൂടി കേട്ടിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അതാണ് നിങ്ങൾ ഈ ജനാധിപത്യ മര്യാദ പറഞ്ഞല്ലോ. ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, ആർക്ക് വേണമെങ്കിലും ശബ്ദിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കാനുള്ള മര്യാദ കാണിക്കണം. കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനു നോക്കിയിരുന്നു 3 വർഷക്കാലം എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് വേണ്ടേ? ഇനി അക്രമത്തെ ആഘോഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അത് പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് നാളെയും തുടരണമെന്ന് തന്നെ പോലുള്ള DYFI SFIക്കാരോട് നടത്താൻ പറഞ്ഞതും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, BJPയുടെ നേതാവിനോട് ഒരു കാര്യം കൂടി, അല്ല ഞാനൊരു കാര്യം പറയട്ടെ. BJPയുടെ നേതാവിനോട്, ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ സ്തൂപം വെറും ഗാന്ധി പ്രതിമയല്ല, ഗാന്ധി ചിത്രമല്ല, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ചിത്രവും സ്തൂപമാണ്. നിങ്ങൾക്ക് ഗാന്ധി ഘാതകർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും. അതുകൊണ്ട് ഗാന്ധി സ്തൂപം തകർക്കപ്പെട്ടാൽ കോൺഗ്രസ് പ്രതിഷേധിക്കും. നിങ്ങൾക്കും സഖാക്കന്മാർക്കും, സംഘികൾക്കും സഖാക്കന്മാർക്കും ഗാന്ധി സ്തൂപം തകർക്കുന്ന കാര്യത്തിൽ ഒറ്റ വാക്കായി പോയത് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾ ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് കുറെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഞങ്ങളും CPM ചർച്ച ചെയ്തപ്പോൾ അക്രമം ഇല്ലാതാക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളാണ് ഈ പണി മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. 9 വർഷമായിട്ട് അക്രമം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ധി ചെയ്തപ്പോൾ ഇല്ല എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ അതിനു മുമ്പ് പോരാട്ടം നടത്തിയപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ കളഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ചും യുവജന സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കേരളം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കൊടിപറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം പറയലും ഒക്കെയാണോ കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ആകെയുള്ള പ്രശ്നം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ പിന്നീട് ചോദിച്ച ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് രണ്ടുപേരും ഉത്തരവാദികളാണ് എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നുമാണ് പ്രകോപനം ഉണ്ടായത്. അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും നല്ലത്.